ഹായ് ഫ്രണ്ട്സ്, ഇൻഷു പി എസിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ജോഗ്രഫി പാർട്ട് 1 ആണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ച് പഠിക്കാം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയെ 5 മേഖലകളായിട്ട് തിരിക്കാം. ഒന്ന് ഉത്തരപർവ്വത മേഖല, പിന്നെ രണ്ടാമത്തത് ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമുദ്രങ്ങളും ദ്വീപുകളും. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് വടക്ക് അറ്റത്തുള്ള ഹിമാലയം തൊട്ടിട്ട് അവിടെ നിന്ന് ആരംഭിച്ച് അവിടുന്ന് തെക്കിലേക്ക് കിഴക്കിലേക്ക് പോയിട്ട് വടക്ക് കിഴക്കൻ അതിർത്തി പങ്കെടുക്കുന്ന ഈ ഏരിയയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് നിന്ന് ആരംഭിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന പർവ്വത നിരകളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇത് ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ്. ഇതിലൂടെ പോകുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ശീതക്കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് ഈ ഹിമാലയമാണ്, ഉത്തരപർവ്വത മേഖലയാണ്. അതല്ലാതെ നമ്മൾ മൺസൂൺ സമയത്ത് ഉത്തരേന്ത്യയിൽ മൺസൂൺ പെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഈ പർവ്വത മേഖലകൾ മൺസൂണിനെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത്, ഇവിടെ വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലകങ്ങൾ ഉണ്ട്. പിന്നെ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ഇനി ഇവിടെ ഉത്തരപർവ്വത മേഖലയിൽ ഇവിടെയുള്ളത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതൊക്കെയാണ് ജമ്മു കാശ്മീരും ലഡാക്കും. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ഫസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ഒന്ന്, വടക്ക് ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് തെക്ക് കിഴക്കോട്ട് പോയിട്ട് നമ്മുടെ ഇന്ത്യയുടെ അതിരായ വടക്ക് കിഴക്കൻ ഭാഗത്ത് വരെ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകളാണ് ഉത്തരപർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖല നമ്മളെ വടക്ക് കിഴക്കൻ ശൈത്യക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിലും അതുപോലെ മൺസൂണിനാൽ ഉത്തരേന്ത്യയിൽ മഴ പെയ്യ്ക്കുന്നതിനും ഉത്തരപർവ്വത മേഖലയുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ് ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവ. ഈ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് വന്നിട്ട് ട്രാൻസ് ഹിമാലയം, അതാണ് ഏറ്റവും മേലെ കാണുന്ന ട്രാൻസ് ഹിമാലയം. അതൊക്കെയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ തുടങ്ങിയ മലനിരകൾ ഉൾപ്പെടുന്ന വടക്കു ഭാഗത്തുള്ള മലകളാണ് ഏത്? ട്രാൻസ് ഹിമാലയം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. അതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. ഇനി അടുത്തത്, അതിൻ്റെ താഴെ വരുന്ന ഉത്തരപർവ്വത മേഖലയിലെ ഭാഗങ്ങളാണ് ഹിമാലയം. ഈ ഹിമാലയത്തിൽ അതൊക്കെ വരുന്നുണ്ട്. മേലെ ഹിമാദ്രി, അതിന് താഴെ ഹിമാചൽ, പിന്നെ സിവാലിക് മലനിരകൾ. അപ്പോൾ രണ്ടാമത് വരുന്ന ഹിമാലയത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് മലനിരകളാണ് വരുന്നത്. ഇനി അതിൻ്റെ താഴെ കിഴക്കൻ മലനിരകൾ, അതേതൊക്കെ വരുന്നത്? നാഗാ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ, മീസോ കുന്നുകൾ. ഈ കുന്നുകളൊക്കെയാണ് കിഴക്കൻ മലനിരകൾ വരുന്നത്. ഏതൊക്കെയാണ്? നാഗാ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ, മീസോ കുന്നുകൾ, ജയന്തിയ കുന്നുകൾ, പത്കായുബും. ഈ മലനിരകളാണ് ഇതവിടെ എഴുതിയിട്ടുണ്ട്. നാഗാ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ, പത്കായുബും. ഇവയൊക്കെയാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്ന 3ആമത്തെ വിഭാഗത്തിൽ വരുന്നത്. ഇനി ഇതിൽ തന്നെ നോക്കാം. ഇതാണ് ഉത്തരപർവ്വത മേഖല. നമ്മൾ ഇന്ത്യ മൊത്തമായിട്ട് തിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല പറഞ്ഞു. ദെൻ ഉത്തരേന്ത്യൻ സമതലമാണ് ഇത്. മരുഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, സമതലങ്ങളും തീരദേശങ്ങളും. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇനി നമുക്ക് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ഒന്നും കൂടി ഡീപ്പായിട്ട് പഠിക്കാം. നമ്മുടെ ഹിമാലയത്തിൻ്റെ മേലെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീറിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതക്കെട്ടുകളിലാണ് ഈ ഉത്തരപർവ്വത മേഖല സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഴക്കൻ പൂർവാഞ്ചൽ വരെ വ്യാപിച്ചെടുക്കുന്ന നിരവധി പർവ്വത നിരകളാണ് ഉത്തരപർവ്വത മേഖല. ഇവയെല്ലാം മടക്കു പർവ്വതങ്ങളാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എവിടെ വരെ വ്യാപിച്ചെടുക്കുന്നു?
പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ഉത്തരപർവ്വത മേഖലയിൽ ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കാർ, പാമിർ പർവ്വതനിരയിലേക്ക് കൂടിച്ചേരുന്ന പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമിർ. ഈ പാമിറിൽ നിന്നും പല വിധത്തിലുള്ള പർവ്വതക്കെട്ടുകൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം, ഇങ്ങനെ 5 മലനിരകളാണ് വിഭിന്ന ദേശങ്ങളിലേക്ക് പാമിർ പർവ്വതക്കെട്ടിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. ഇനി ട്രാൻസ് ഹിമാലയത്തിനെ കുറിച്ച് വേറെ നോക്കുമ്പോൾ ഹിമാലയൻ നിരകളുടെ വടക്കായി കാണപ്പെടുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കാർ എന്നീ പർവ്വതനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയം. ഇതിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. നമ്മൾ ഒരു പർവ്വതമായിട്ട് എടുക്കുക, അതിന് ഏകദേശം ഹൈറ്റ് 900 മീറ്ററിൻ്റെ മുകളിലുണ്ടാവണം. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും മേലെയാണ് കാരക്കോറം, അതിൻ്റെ തൊട്ട് താഴെയാണ് ലഡാക്ക്, അതിൻ്റെ താഴെയാണ് സസ്കർ മലനിരകൾ. ഇന്ദിരാകോൾ, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര, അത് കാരക്കോറത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ, അത് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. അതിൻ്റെ ഉയരം 8661 മീറ്ററാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. പിന്നെ ഹിമാലയൻ പ്രദേശത്തെ ഏറ്റവും വലിയ ഹിമാനിയായ സിയാച്ചിൻ, അത് നിലനിൽക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. ഈ സിയാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. അത് കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ്. അതേപോലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമിയാണ്. ആർമി പോസ്റ്റ് ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർമി പോസ്റ്റ് അവിടെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡ്, അതും സിയാച്ചിനിലാണ്. 3ാം ധ്രുവം എന്നറിയപ്പെടുന്നതും സിയാച്ചിനാണ്. ഇനി അടുത്തതാണ് ലഡാക്ക്. ലഡാക്ക് എന്ന് പറയുന്നത് കാരക്കോറത്തിന്റെ തൊട്ട് താഴെയായിട്ടുള്ള മലനിരകളാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ചുരങ്ങളുടെ നാട്, നിശബ്ദ തീരം, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിലെ ലേയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. അതുപോലെ സിന്ധു നദി ഒഴുകുന്നത് ലഡാക്ക് സസ്കർ നിരകളുടെ ഇടയിലൂടെയാണ്. ലഡാക്കിന്റെ തൊട്ട് താഴെയാണ് സസ്കർ മലനിരകൾ. അപ്പോൾ ലേ പട്ടണത്തിലൂടെ ചുറ്റിയൊഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് സിന്ധു ആണ്. അവിടെയുള്ള ഒരു ചുരമാണ് ഗാർത്തുങ്ല ചുരം. അതാണ് ഗാർത്തുങ്ല ചുരം. എഴുതാം. ഈ ചുരം എന്തിനൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു? ലേയെ സിയാച്ചിനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചുരമാണ് ഗാർത്തുങ്ല ചുരം. അതെവിടെയാണുള്ളത്? ലഡാക്കിലാണ്. ഇനി അതിൻ്റെ താഴെയുള്ളതാണ് സസ്കർ മലനിരകൾ. ഈ സസ്കർ മലനിരകൾ എവിടെയാണുള്ളത്? ലഡാക്ക് മലനിരകൾക്കും ഹിമാദ്രിക്കും ഇടയിലാണ് സസ്കർ മലനിരകൾ. ജമ്മുവും ശ്രീനഗറും സ്ഥിതി ചെയ്യുന്നത് സസ്കർ നിരകളിലാണ്. സസ്കർ നിരകളിലെ പ്രധാന ചുരങ്ങൾ എന്ന് പറയുന്നത് ഷിബ്കില, ലിബു ലേക്ക്, മനച്ചുരം എന്നിവയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇതുവരെ പഠിച്ച ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ഇന്ത്യൻ ജിയോഗ്രഫിയെ നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 5 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതാണ് ഉത്തരപർവ്വത മേഖല. ദെൻ ഉത്തരേന്ത്യൻ സമതലം, മരുഭൂമി, ഇന്ത്യൻ ഉപദ്വീപ് പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇങ്ങനെ 5ആയിട്ടാണ് നമ്മുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ പാമിർ ദേശത്തു നിന്നും പുറപ്പെടുന്ന, പാമിർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാമിർ. അവിടെ നിന്ന് കുറേ മലനിരകൾ പുറപ്പെടുന്നുണ്ട്. ആ മലനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ എന്നിങ്ങനെ 5 മലനിരകൾ പുറപ്പെടുന്ന പാമിർ കെട്ട്. ഇനി ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഏതൊക്കെയുണ്ട്? കാരക്കോറം, ലഡാക്ക്, സസ്കാർ. ഹിമാദ്രിയിൽ ഏതൊക്കെയുണ്ട്? ഹിമാലയത്തിൽ ഏതൊക്കെയുണ്ട്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിലോ പാത്കായുബും, നാഗാ കുന്നുകൾ, ഗാരോ, കാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ ഇങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയിലെ വിവിധ വിഭാഗങ്ങൾ. അപ്പോൾ ഏറ്റവും മേലെ കിടക്കുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഈ ട്രാൻസ് ഹിമാലയത്തിലെ 3 പാർട്ടുകളുണ്ട്: കാരക്കോറം, ലഡാക്ക്, സസ്കാർ. ഈ കാരക്കോറം ആരംഭിച്ചത് അവിടെ നിന്നാണ്? പാമിർ പർവ്വതഘട്ടിൽ നിന്നാണ്. ഈ പാമിർ പർവ്വതത്തിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് പോകുന്ന ഏതൊക്കെയാണ് മലനിരകൾ? ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം. ഇനി കാരക്കോറത്തെ ഈ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയുടെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ ആണ്. ഇതിൽ ഉള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ഞാൻ പറഞ്ഞു. ട്രാൻസ് ഹിമാലയം കാണപ്പെടുന്ന
ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും. ഇവിടെ കാണപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകളും ഗ്രാനൈറ്റും. ഇനി കാരക്കോറത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ട്രാൻസ് ഹിമാലയത്തിൽ ഏറ്റവും വടക്ക് ഭാഗത്താണ് കാരക്കോറം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്? ലഡാക്ക്, ദെൻ സസ്കർ. ഇന്ദിരാക്കോൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഇന്ദിരാക്കോൾ. അത് കാരക്കോറത്തിലാണ്. അതുപോലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ കൊടുമുടിയായ മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ നാസ്റ്റി അത് സ്ഥിതി ചെയ്യുന്നതും കാരക്കോറത്തിലാണ്. പിന്നെ സിയാച്ചിൻ, ഏറ്റവും വലിയ രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയായ സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് അത് കാരക്കോറത്തിലാണ്. ഈ സിയാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ പ്രത്യേകത എന്തൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ്. അതുപോലെ ഏറ്റവും വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമിയാണ്. അതുപോലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർമി പോസ്റ്റുള്ള സ്ഥലമാണ്. അതുപോലെ ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപ്പാഡ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്താണ് ലഡാക്ക്. ലഡാക്ക് എന്ന് പറയുന്നത് കാരക്കോറത്തിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അത് രണ്ടാമത്തെ മലനിരയാണ്, ട്രാൻസ് ഹിമാലയത്തിലെ രണ്ടാമത്തെ മലനിരയാണ്. ഇതിന് എന്തൊക്കെ പറയാം? ചുരങ്ങളുടെ നാട്, നിശബ്ദ തീരം, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ലഡാക്ക്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ദ്രാസ്. അതോർക്കുക, ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ദ്രാസ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ലഡാക്കിലെ ലേയാണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത്. കാരണം ഇവിടെ കുറവ് മഴയെ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഈ ലഡാക്ക് സസ്കർ നിരകളുടെ ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. അത് ലേ പട്ടണത്തെ ചുറ്റിയാണ് ഒഴുകുന്നത്. ഇവിടെയുള്ള ലഡാക്കിലെ ഒരു ചുരമാണ് ഗാർത്തുങ്ല ചുരം. അപ്പോൾ ലേയെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗാർത്തുങ്ലോ ചുരം. ഇനി അടുത്താണ് സസ്കർ നിരകൾ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് സസ്കർ നിരകൾ എന്ന് പറയുന്നത്. ഇത് ഹിമാദ്രിക്കും ലഡാക്കിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാസ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് സസ്കർ നിരയിലാണ്. അതുപോലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രമാണ് ഈ ദ്രാസ് എന്ന് പറയുന്നത്. ജമ്മുവും ശ്രീനഗറും സ്ഥിതി ചെയ്യുന്ന സസ്കർ നിരയിലാണ്. പിന്നെ ഇതിലെ ചുരങ്ങളാണ് ഷിപ്കില, ലിബുലേഖ്, മനച്ചുരം എന്നിവ. ഇന്നത്തേക്ക് ഇത്രയും ക്ലാസ് മതി. ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.